26 വിനോദസഞ്ചാരികളുടെ മരണത്തിനിടയാക്കിയ പഹൽഗാം ഭീകരാക്രമണം ലഷ്കർ-ഇ-തൊയ്ബ പോലുള്ള പാകിസ്ഥാൻ പിന്തുണയുള്ള തീവ്രവാദ ഗ്രൂപ്പുകളുടെയും അതിന്റെ ശാഖകളുടെയും പിന്തുണയോടെ ജനങ്ങൾക്കിടയിൽ ഭയം സൃഷ്ടിക്കുന്നതിനും സമാധാനവും പ്രാദേശിക സ്ഥിരതയും തകർക്കുന്നതിനുമുള്ള ഭീകരപ്രവർത്തനങ്ങളിലേക്ക് വെളിച്ചം വീശുന്നവയായിരുന്നു. ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത റെസിസ്റ്റൻസ് ഫ്രണ്ടിന് പാകിസ്ഥാന്റെ ഇന്റർ സർവീസസ് ഇന്റലിജൻസ് പിന്തുണയുള്ള LETയുടെ പിന്തുണയുമുണ്ട്. ഈ സാഹചര്യത്തിലാണ് ഇരുവശത്തു നിന്നും സൈനിക സംഘർഷം രൂക്ഷമാകുമെന്ന് പ്രവചിക്കുന്ന CIA-യുടെ 1993 ഒരു രേഖ പുറത്തുവരുന്നത്. ഇരു രാജ്യങ്ങളും യുദ്ധത്തിലേർപ്പെട്ടാൽ പാകിസ്ഥാന് നാശം സംഭവിക്കുമെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള 90കളിലെ യുദ്ധസാധ്യത വിലയിരുത്തുന്നതിനായി 1993 തയ്യാറാക്കിയ നാഷണൽ ഇന്റലിജൻസ് എസ്റ്റിമേറ്റ് സെൻട്രൽ ഇന്റലിജൻസ് ഏജൻസി അടുത്തിടെ പരസ്യപ്പെടുത്തിയിരുന്നു. 2025 ഫെബ്രുവരിയിൽ പുറത്തിറക്കാൻ അനുമതി ലഭിച്ച ഈ രേഖ ഇപ്പോൾ അമേരിക്കയുടെ ഗവൺമെന്റ് വെബ്സൈറ്റുകളിൽ ലഭ്യമാണ്. ഇന്ത്യയും പാകിസ്ഥാനും മറ്റൊരു യുദ്ധസമാന അന്തരീക്ഷത്തിനിടയിലായ നിലവിലെ സാഹചര്യത്തിലും 3 പതിറ്റാണ്ടുകൾ പഴക്കമുള്ള എസ്റ്റിമേറ്റിലെ സിദ്ധാന്തങ്ങളാണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത്. 1990 കാലയളവിൽ ഇരു രാജ്യങ്ങളും തമ്മിൽ യുദ്ധം നടക്കാനുള്ള സാധ്യത കുറവാണെന്ന് NIE റിപ്പോർട്ട് നൽകിയിരുന്നെങ്കിലും ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള യുദ്ധത്തിനുള്ള സാധ്യത 5-1 എന്ന തോതിലാണ് വിലയിരുത്തിയത്. വിവിധ ഘടകങ്ങൾ കാരണം യുദ്ധം എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാമെന്നും അതിൽ ചൂണ്ടിക്കാണിക്കുന്നു. അതിലൊന്ന്, ഒരു രാജ്യം മറ്റൊരു രാജ്യത്തിനുമേൽ കുറ്റം ചുമത്താനായി നടത്തുന്ന ആസൂത്രിതമായ കുറ്റകൃത്യങ്ങളോ ഭീകരാക്രമണമോ ആകാം. ജമ്മു കശ്മീരിൽ ഭീകരരുടെ നിരന്തരമായ കലാപത്തിനെതിരെ ഇന്ത്യൻ സുരക്ഷാ ഉദ്യോഗസ്ഥർ ശക്തമായി പോരാടുകയാണ്. നിയന്ത്രണ രേഖയിൽ വെടിവയ്പ് സംഭവങ്ങൾ സാധാരണമാണ്, പ്രത്യേകിച്ചും തീവ്രവാദികൾ നിയന്ത്രണ രേഖയ്ക്ക് കുറുകെ നുഴഞ്ഞുകയറ്റം ആരംഭിക്കുമ്പോൾ. ഇവ സുരക്ഷാ ശ്രമങ്ങളെ കൂടുതൽ സങ്കീർണമാക്കുന്നുവെന്നും റിപ്പോർട്ടിൽ പറയുന്നു. ഇന്ത്യൻ സുരക്ഷാ സേനയ്ക്ക് വിഭജനമോ പാകിസ്ഥാന്റെ അധിനിവേശമോ തടയാൻ കഴിയുമെങ്കിലും കലാപത്തെ പരാജയപ്പെടുത്തുക എന്നത് ഹ്രസ്വകാലത്തേക്കെങ്കിലും അസാധ്യമായി തുടരുമെന്നാണ് NIE റിപ്പോർട്ട് വ്യക്തമാക്കുന്നത്. കശ്മീരിൽ ഇന്ത്യ നേരിടുന്ന വെല്ലുവിളികളെ NIE എടുത്തു കാണിക്കുന്നുണ്ട്. കശ്മീരികളുമായി സംഭാഷണത്തിൽ ഏർപ്പെടാനും സംസ്ഥാന തിരഞ്ഞെടുപ്പ് നടത്താനും ആരംഭിച്ച ശ്രമങ്ങൾ ഇന്ത്യ തുടരും. തീവ്രവാദികൾക്കിടയിലെ ഭിന്നതകൾ അനുകൂലമായി പ്രവർത്തിക്കുമെന്ന് ഇന്ത്യ പ്രതീക്ഷിക്കുന്നതായും റിപ്പോർട്ട് പറയുന്നു. പാകിസ്ഥാൻ തങ്ങളുടെ വിദേശ നയത്തിൽ കശ്മീർ വിഷയം തന്ത്രപരമായി എങ്ങനെ ഉപയോഗിക്കുന്നുവെന്ന് റിപ്പോർട്ട് എടുത്തു കാണിക്കുന്നു. ജമ്മു കശ്മീരിൽ അസംതൃപ്തി പൊട്ടിപ്പുറപ്പെടുമ്പോഴെല്ലാം പാകിസ്ഥാൻ പ്രശ്നം ഉയർത്തിക്കാട്ടുകയും തർക്കത്തിൽ പാകിസ്ഥാന്റെ താൽപര്യങ്ങൾക്ക് അനുകൂലമായ അന്താരാഷ്ട്ര നടപടി ആവശ്യപ്പെട്ടുകൊണ്ട് കശ്മീരിലേക്ക് ആഗോള ശ്രദ്ധ ആകർഷിക്കുന്നുവെന്നും റിപ്പോർട്ടിൽ പറയുന്നു. ഇന്ത്യയെ നയതന്ത്രപരമായി സമ്മർദ്ദത്തിലാക്കാൻ പാകിസ്ഥാന് കശ്മീർ തർക്കം ഒരു ഉപകരണമാണ്. ഇന്ത്യ-പാകിസ്ഥാൻ ബന്ധങ്ങളിൽ തീവ്രവാദ ഗ്രൂപ്പുകൾക്കുള്ള പരസ്പര പിന്തുണയെയും റിപ്പോർട്ട് എടുത്തു കാണിക്കുന്നു. കശ്മീരിലെ വിഘടനം ലക്ഷ്യമിടുന്ന തീവ്രവാദികളെ പാകിസ്ഥാൻ പിന്തുണയ്ക്കുന്നു. ആക്രമണാത്മകമായ പ്രചാരണമാണ് പാകിസ്ഥാൻ നടത്തുന്നത്. പാകിസ്ഥാൻ പ്രദേശം പിടിച്ചെടുക്കാൻ ഇന്ത്യക്ക് ആഗ്രഹമില്ല. ഇരു രാജ്യങ്ങളും അമേരിക്കയുടെ ഉപരോധങ്ങൾ, സൈനിക പ്രതികാര നടപടികൾ, തീവ്രവാദ ആക്രമണങ്ങൾ എന്നിവയെക്കുറിച്ച് ജാഗ്രത പാലിക്കുമെന്നും റിപ്പോർട്ട് പറയുന്നു. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള യുദ്ധത്തിനുള്ള സാധ്യത ഇനി പറയുന്ന കാരണങ്ങളാൽ 5-1 മാത്രമാണെന്ന് NIE പറയുന്നു. ഇന്ത്യയിലും പാകിസ്ഥാനിലും ആണവായുധ ശേഖരണത്തിന്റെ സാന്നിധ്യമുള്ളതിനാൽ സംഘർഷം ആണവ തലത്തിലേക്ക് വളരാനുള്ള സാധ്യത ഏറെയാണ്. അതുകൊണ്ട് തന്നെ ഒരു സംഘർഷത്തിന് തുടക്കം കുറിക്കുന്നതിൽ നേതാക്കളെ ഇത് കൂടുതൽ ജാഗ്രത പാലിക്കാൻ പ്രേരിപ്പിക്കുന്ന ഘടകമാണ്. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള 4ാമത്തെ യുദ്ധം പരമ്പരാഗത അതിരുകൾക്കപ്പുറത്തേക്ക് പടർന്ന് ആണവായുധ യുദ്ധമായി മാറാനിടയുണ്ട് എന്നതാണ് മറ്റൊരാശങ്ക. ആണവായുധ വാഹകശേഷിയുള്ള മിസൈലുകളുടെയും വാർഹെഡുകളുടെയും വികസനവും വിന്യാസവും ഹ്രസ്വകാലത്തേക്ക് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സംഘർഷങ്ങൾ വർദ്ധിപ്പിക്കാൻ സാധ്യതയുണ്ട്. എന്നിരുന്നാലും ദീർഘകാലാടിസ്ഥാനത്തിൽ കൂടുതൽ വിശ്വസനീയമായ ആണവ പ്രതിരോധ ശേഷി നൽകുന്നതിലൂടെ പ്രത്യേകിച്ച് പാകിസ്ഥാന് പ്രതിരോധം വർദ്ധിപ്പിക്കാൻ ഇത് സഹായിച്ചേക്കാമെന്നാണ് റിപ്പോർട്ട് പറയുന്നത്. സ്വീകാര്യമായ വിലയ്ക്ക് വിജയം നേടാൻ കഴിയില്ലെന്ന് അറിയാവുന്നതിനാൽ സൈനിക നേതാക്കൾ ജാഗ്രത പാലിക്കും. ഇരു രാജ്യങ്ങളെയും പൂർണ്ണ തോതിലുള്ള യുദ്ധത്തിൽ നിന്ന് തടയുന്ന CIA റിപ്പോർട്ടുകളിൽ എടുത്തു കാണിച്ച പ്രധാന പരിഗണനകൾ ചെലവ്, സമ്പദ് വ്യവസ്ഥ, വിദേശ മൂലധനം എന്നിവയായിരുന്നു. സൈനിക ശേഷിയുടെ എല്ലാ വിഭാഗങ്ങളിലും ഇന്ത്യ പാകിസ്ഥാനേക്കാൾ മുന്നിലാണ്.
പാകിസ്ഥാനുമായി ഒരു യുദ്ധം ആരംഭിക്കുന്നതിൽ ഇന്ത്യ ഒരിക്കലും മുന്നിട്ടിറങ്ങിയിരുന്നില്ല. ഇന്ത്യയുമായുള്ള മറ്റൊരു സംഘർഷം പാകിസ്ഥാൻ സൈന്യത്തെയോ ഭരണകൂടത്തെയോ പോലും തകർക്കുമെന്ന് പാകിസ്ഥാൻ സൈനിക നേതാക്കൾക്ക് നന്നായി അറിയാം. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഇപ്പോഴും യുദ്ധം പൊട്ടിപ്പുറപ്പെടാൻ സാധ്യതയുണ്ടെന്ന തങ്ങളുടെ സിദ്ധാന്തത്തെ പിന്തുണയ്ക്കുന്ന വാദങ്ങളും NIA നൽകുന്നു. പാകിസ്ഥാൻ നേതാക്കൾക്ക് ഒരു സമഗ്ര ആക്രമണം ആസന്നമാണെന്ന് ബോധ്യപ്പെട്ടാൽ അത്തരമൊരു ആക്രമണം ഉൾക്കൊള്ളാനുള്ള തന്ത്രപരമായ ആഴം പാകിസ്ഥാൻ ഇല്ലാത്തതിനാൽ ഇന്ത്യൻ സേനയ്ക്കെതിരെ മുൻകൂർ ആക്രമണം നടത്താൻ പാകിസ്ഥാൻ യുദ്ധപദ്ധതികൾ ആവശ്യപ്പെടുന്നുവെന്ന് അതിൽ പറയുന്നു. നിലവിൽ യുദ്ധം നടന്നേക്കാമെന്ന റിപ്പോർട്ടിൽ പറയുന്ന സാഹചര്യങ്ങളാണ് ഇനി പറയുന്നത്. പാകിസ്ഥാൻ യൂണിറ്റുകൾ കശ്മീരിൽ മറ്റൊരു പരമ്പരാഗത ആക്രമണത്തിന് തയ്യാറെടുക്കുന്നുണ്ടെന്ന് ഇന്ത്യയുടെ സൈനിക നേതാക്കൾക്ക് ബോധ്യപ്പെട്ടാൽ പഞ്ചാബിലെയും രാജസ്ഥാനിലെയും യുദ്ധകാല സ്ഥാനങ്ങളിലേക്ക് അവർ കവചിത സ്ട്രൈക്ക് യൂണിറ്റുകളെ അയക്കാൻ സാധ്യതയുണ്ട്. രണ്ടു രാജ്യങ്ങളെയും യുദ്ധത്തിന്റെ വക്കിലെത്തിച്ച ഏതാനും വർഷങ്ങൾക്ക് മുൻപ് നടന്ന രണ്ട് സംഭവങ്ങളെക്കുറിച്ചും NIA പരാമർശിക്കുന്നു. അതിലൊന്നാണ് 1987 ബ്രാസ്റ്റാക് സൈനികാഭ്യാസങ്ങൾ. ഇന്ത്യയുടെ വലിയ തോതിലുള്ള സൈനിക അഭ്യാസങ്ങൾ സംഘർഷങ്ങൾക്ക് കാരണമായതായാണ് റിപ്പോർട്ട് പറയുന്നത്. മറ്റൊന്ന് 1990 പാകിസ്ഥാൻ വിശ്വാസികളുടെ സമരം അഥവാ സർബ് ഇ മോമിൻ വ്യായാമം എന്ന പേരിലുള്ള പാകിസ്ഥാന്റെ സൈനികാഭ്യാസമായിരുന്നു. ഈ സംഭവങ്ങൾ ഇന്ത്യക്കും പാകിസ്ഥാനും ഇടയിൽ ആഴത്തിൽ വേരൂന്നിയ സംശയങ്ങളെയും അവിശ്വാസത്തെയും പ്രകടമാക്കുന്നു. 1990 പ്രതിസന്ധിക്ക് കാരണം ഇന്ത്യ കശ്മീരിലേക്ക് കൂടുതൽ സൈനികരെ വിന്യസിച്ചതാണെന്നാണ് NIA പറയുന്നത്. പാകിസ്ഥാൻ സൈന്യത്തിന്റെ അഭ്യാസ തയ്യാറെടുപ്പുകൾ ഇന്ത്യക്കുള്ള ഒരു സൂചനയായി കണ്ട ഇന്ത്യ കവചിത പീരങ്കി കാലാൾപ്പട യൂണിറ്റുകൾ അതിർത്തിയോട് കൂടുതൽ അടുപ്പിച്ചു. ഇത് സംഘർഷം വർദ്ധിക്കാനിടയായതായും റിപ്പോർട്ട് പറയുന്നു. പാകിസ്ഥാനിലെ സാമ്പത്തിക പ്രതിസന്ധിയെക്കുറിച്ചും റിപ്പോർട്ട് പരാമർശിച്ചു. സാമ്പത്തികമായി കൂടുതൽ ശക്തമായ ഇന്ത്യയോട് സൈനികമായി മത്സരിക്കാൻ ആവശ്യമായ തലത്തിൽ സൈനിക ബജറ്റ് നിലനിർത്താൻ പാകിസ്ഥാന്റെ സാമ്പത്തിക പരാധീനതകൾ വെല്ലുവിളിയാകുന്നതിനെയും റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നു.